ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തട്ടുകട സ്റ്റൈൽ എഗ് ഓംലെറ്റ് ആണ്. എന്നാൽ നമ്മുടെ മെയിൻ ഹീറോ പോരട്ടെ, 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം സവാള ഗിരിഗിരിയാണ്, കുനുകുന അരിഞ്ഞ ഉള്ളി, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ചെറുതായി അരിഞ്ഞ തക്കാളി, കൊറിയാണ്ടർ ലീഫ് അതായത് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതുപോലൊരു പാത്രം, അത് അടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നന്നായി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മൾ സവാള ചേർത്തു, പച്ചമുളക് ചേർത്തു, കൊറിയാണ്ടർ ചേർത്തു, തക്കാളി ചേർത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. നോർമൽ ഉണ്ടാക്കുന്ന ഓംലെറ്റിനേക്കാൾ ഇത്തിരി ഉപ്പ് കൂടുതൽ വേണം, എന്നാലും പെട്ടെന്ന് കൂടും കേട്ടോ ഓംലെറ്റിന്. അപ്പോൾ കൂടുതൽ ചേർക്കല്ലേ. ഇതിൽ ഏതെങ്കിലും എടുക്കുക, ഫോർക്കോ ബീറ്ററും എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം 3 മുട്ടയും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താലോ, അടിച്ചെടുക്കാം. സോ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ ഇത് വരും വരെ, നല്ല സ്മൂത്തായിട്ട് വരും വരെ, ഈ ഒരു ഇതിൽ വരും വരെ നമ്മളിത് അടിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് എണ്ണ ചേർക്കാം. നിങ്ങളെ ഇഷ്ടാനുസരണം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യം നല്ലോണം ഉപ്പ് ചേർക്കല്ലേ, ഒന്ന് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് പിന്നെ ആവശ്യം നോക്കി ചേർത്ത് കൊടുക്കുക, അല്ലെ ഇത്തിരി ചേർക്കുക, കൂടിപ്പോട്ട് പെട്ടെന്ന്. അതിന് ശേഷം നമ്മളിതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മേലെ കുരുമുളക് പൊടി ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ലൊരു അടിപൊളി സ്മെല്ല് വരും ഈ സമയത്ത്. അപ്പോൾ നമ്മളിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കുറേ സമയം വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചൂടോടെ എടുത്ത് വാഴ ഇലയിലിടാണെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറും ചേർന്നിട്ട് വേറെ തന്നെ ഒരു ലെവലാവും കേട്ടോ. അപ്പോൾ ഇതൊരു എക്സാക്റ്റ് തട്ടുകട സ്റ്റൈലൊരു ഓംലെറ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഇന്ന് കഴിച്ചത് കഞ്ഞിയും എഗ് ഓംലെറ്റും ഈ ചേന ഉപ്പേരിയും ഈ തോത്താപ്പുരി മാംഗോ പിക്കിളാണ്. ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേന ഉപ്പേരിയും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലൊരു റെസിപ്പിയാണ്, കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും ഇതുപോലെ. ഇനിയിപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.